ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന 2 കെയിൽ സാലഡിൻ്റെ റെസിപ്പീസാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന സാലഡ് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ സാലഡിനുള്ള ഡ്രസ്സിങ് ഒന്ന് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് വിനീഗർ, എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ, സോൾട്ട്, പെപ്പർ, അതുപോലെ തന്നെ ഗാർലിക് പൗഡർ അല്ലെങ്കിൽ ഫ്രഷ് ഗാർലിക് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് യെല്ലോ മസ്റ്റാർഡ്, ഇത്രയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള കെയിലാണിത് കേട്ടോ. അപ്പോൾ കെയിൽ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഉപ്പിട്ട് വേവിച്ച പാസ്തയാണ്, ഏത് പാസ്ത വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ചെറി ടൊമാറ്റോസ്, പിന്നെ കുറച്ച് ആലപ്പിനോസ്, നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രസ്സിങ്. ഇനി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് കുറച്ച് പാമഷാൻ ചീസാണ്. അപ്പോൾ പാമഷാൻ ചീസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ള ചീസ് ചേർത്ത് കൊടുക്കുക. പക്ഷേ പാമഷാനാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ പാമഷാൻ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സാലഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സാലഡ് ഒരു മിനിമം 1 hour വെച്ചിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നല്ലപോലെ ആ ഒരു ഫ്ലേവറൊക്കെ പിടിച്ചിട്ടാണ് നല്ലത്. രണ്ടാമത്തെ സാലഡിൻ്റെ ഡ്രസ്സിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ, സോൾട്ട്, പെപ്പർ, അതുപോലെ തന്നെ ഗാർലിക് പൗഡർ അല്ലെങ്കിൽ ഫ്രഷ് ഗാർലിക്, പിന്നെ കുറച്ച് ഫ്രഷ് ഡ്രൈഡ് മിൻറ്റ് ലീഫ് കേട്ടോ. അത്രയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതേപോലെ തന്നെ ഒരു ബൗളിലേക്ക് കെയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയൻ, ക്യൂക്കുംബർ, അതുപോലെ തന്നെ 3 കളേർഡ് പെപ്പേഴ്സാണ് കേട്ടോ, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് പിക്കിൾഡ് റാഡിഷ് ആട്ടോ, അതായത് നമ്മൾ റാഡിഷ് കട്ട് ചെയ്തിട്ട് കുറച്ച് ചൂടുവെള്ളത്തിലേക്ക് ഉപ്പും പഞ്ചസാരയും വിനീഗറും കൂടി ഇട്ടിട്ട് 1 മണിക്കൂർ മുക്കി വെച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് പിക്കിൾഡ് റാഡിഷ്. പിന്നെ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ചീസ്, ഗ്രേറ്റഡ് ചീസ് ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ മെക്സിക്കൻ മിക്സാണ് ചേർത്തിട്ടുള്ളത്. അതും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രസ്സിങ്ങും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മളെ സെക്കൻഡ് സാലഡ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് അവക്കാഡോസ് സെർവ് ചെയ്യുന്നതിന് മുന്നേ മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അതും ഇട്ട് കഴിഞ്ഞാൽ അവക്കാഡോസ് ഇട്ട് കഴിഞ്ഞാൽ മിക്സ് ചെയ്യും ചെയ്യരുത്, കാരണം അത് ഭയങ്കരമായിട്ട് മുഷിയായി പോവുകയും ചെയ്യും. അതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് സാലഡിൻ്റെ ഫ്രഷ്നെസ് ഒക്കെ പോകും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അവക്കാഡോസ് ലാസ്റ്റ് സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഈ സാലഡും ഒരു ദിവസമൊക്കെ ഫ്രിഡ്ജിലൊന്ന് ചില്ല് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മിനിമം 1 hour ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം കേട്ടോ 2 സാലഡും എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ സിമ്പിളായിട്ടുള്ള നല്ല 2 റെസിപ്പീസ് അല്ലേ. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ എല്ലാവരും ടേക്ക് കെയർ. ടാറ്റ, ബൈ.